കേരളത്തിലെ ഒരിടത്തരം സൂപ്പർ മാർക്കറ്റിൽ ഒരു ദിവസത്തെ ശരാശരി വിൽപ്പന 60,000 രൂപ മുതൽ 1,00,000 രൂപ വരെ. ഒരു നല്ല ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റിൽ ഒരു ദിവസത്തെ കളക്ഷൻ ഏകദേശം 70,000 രൂപ മുതൽ 90,000 രൂപ വരെ വരാം. കേരളത്തിലെ ഒരു മസാജ് പാർലറിൽ ഒരു ദിവസത്തെ വരുമാനം 1,25,500 മുതൽ 3,00,000 രൂപ വരെ. ഇത് വെറുതെ ഒരു കണക്കല്ല. ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 5 തരത്തിലുള്ള സർവീസുകളാണ് സാധാരണയായി കേരളത്തിലെ മസാജ് സ്പാകളിൽ നൽകുന്നത്. 1 ഓർഡിനറി മസാജ്, 2 സ്പെഷ്യൽ മസാജ്, 3 ബോഡി ടു ബോഡി മസാജ്, 4 ഫുൾ സർവീസ് മസാജ്, 5 2-in-1 മസാജ്. സാധാരണ മസാജിന് 3,000 രൂപയാണ് ഈടാക്കുന്നത്. സ്പെഷ്യൽ മസാജ് 4,000 രൂപ. സ്പെഷ്യലും ഓർഡിനറിയും തമ്മിലുള്ള വ്യത്യാസം അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ബോഡി ടു ബോഡി മസാജ് എന്നാൽ അത് പറയും പോലെ തന്നെ 5,000 രൂപയാണ് ചാർജ്. ഫുൾ സർവീസ് എന്താണെന്ന് അറിയില്ലെങ്കിലും ഈടാക്കുന്നത് 6,000 രൂപ. 2-in-1 എന്നാൽ 2 പേർ ചേർന്ന് ഒരാൾ മസാജ് ചെയ്യുന്ന രീതി. ചാർജ് 7,500. ഓർഡിനറി മസാജിൽ ഒരാൾക്ക് 3,000 രൂപ വെച്ച് 20 പേർക്ക് ഒരു ദിവസം സർവീസ് നൽകുകയാണെങ്കിൽ മാത്രം ഏകദേശം 60,000 രൂപ. സ്പെഷ്യൽ മസാജ് 4,000 രൂപ വെച്ച് 5 പേർക്ക് സർവീസ് ചെയ്യുകയാണെങ്കിൽ പ്രതിദിനം 20,000 രൂപ. ബോഡി ടു ബോഡി മസാജ് 5,000 രൂപ വെച്ച് 5 പേർക്ക് സർവീസ് ചെയ്താൽ ഒറ്റ ദിവസം 25,000. ഫുൾ സർവീസ് മസാജിങ് 6,000 രൂപ വെച്ച് 3 പേർക്ക് സർവീസ് ആണെങ്കിൽ അന്ന് മാത്രം 18,000 രൂപ. അന്നത്തെ ഒരു ദിവസത്തെ കളക്ഷൻ 1,38,000 രൂപ. നമ്മൾ തമ്പനിയിൽ പറഞ്ഞ 1,25,000 രൂപ അപ്രസക്തമായി പോകുന്നു. ഇത് ഏറ്റവും ചുരുങ്ങിയ കണക്കാണ്. അതായത് ഒരു ദിവസത്തെ ഏറ്റവും ചുരുങ്ങിയ ടയറിലുള്ള കണക്ക്. ഇതിന്റെ 3 ഇരട്ടി വരെ കളക്ഷൻ പോകാം. കാരണം 12 മുതൽ 16 വരെ മണിക്കൂറുകളാണ് ഇത്തരം സ്പാകളുടെ വർക്കിംഗ് അവേഴ്സ്. 4 മുതൽ 6 വരെ സ്ത്രീകൾ അവിടെ സർവീസ് പ്രൊവൈഡേഴ്സായി ഉണ്ടാകും. ഒരു ദിവസം അവരെല്ലാം ചേർന്ന് 20 പേർക്കല്ല സർവീസ് കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 1,50,000 രൂപ മുതൽ 3,00,000 രൂപ വരെയാണ് ഇത്തരം മസാജ് സ്പാകളിലെ ഡെയിലി കളക്ഷൻ. നേരത്തെ കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ, അതായത് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിലൊക്കെ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇത്തരം മസാജ് കേന്ദ്രങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ചെറു പട്ടണങ്ങളിൽ പോലും എത്തിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങാൻ പ്രേരിപ്പിക്കാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. അതിപ്പോ വീട്ടിൽ അരളിച്ചെടി വളർത്തും പോലെയുള്ളൂ. വേണമെങ്കിൽ വളർത്താം, അത് തിന്നാൽ ചത്തുപോകും എന്നത് യാഥാർത്ഥ്യവും. കേരളത്തിൽ 150-ലേറെ ഇത്തരം മസാജ് സ്പാകളുണ്ട്. അതായത് നല്ല രീതിയിൽ ബ്യൂട്ടി പാർലറുകളും സ്പാകളും തുറന്ന് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന സ്ത്രീകളും പുരുഷന്മാരും നടത്തുന്നവയല്ല. ഡിസ്ക്രീറ്റ് ലെവലിൽ രഹസ്യം സൂക്ഷിച്ചുകൊണ്ട് ഗോപ്യമായി നടത്തുന്ന 150ഓളം മസാജ് കേന്ദ്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ക്രോസ് മസാജിംഗ് ആണ് ഇത്തരം കേന്ദ്രങ്ങളിലെല്ലാം നടക്കുന്നത്. 100% പുരുഷന്മാരാണ് ഉപഭോക്താക്കൾ. പുരുഷന്മാരെ സ്ത്രീകളാണ് മസാജ് ചെയ്യുന്നത്. ക്രോസ് മസാജ് ഇന്ത്യയിൽ ലീഗലാണോ എന്നത് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. മസാജിന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക നൽകുന്ന നിർവചനം ഇങ്ങനെയാണ്: മസാജ് ഇൻ മെഡിസിൻ, സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് മാനിപ്പുലേഷൻ ഓഫ് ബോഡി ടിഷ്യൂസ് പെർഫോംഡ് വിത്ത് ദ ഹാൻഡ്സ് ഫോർ തെറാപ്യൂട്ടിക് എഫക്ട് ഓൺ ദ നെർവസ് ആൻഡ് മസ്കുലർ സിസ്റ്റംസ് ആൻഡ് ഓൺ സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ. ഇറ്റ് വാസ് യൂസ്ഡ് മോർ ദാൻ 3,000 years ago by the Chinese. ശരീരകോശങ്ങളെ ഉത്തേജിപ്പിച്ച് നാഡീവ്യൂഹത്തിന്റെയും പേശി വ്യവസ്ഥയുടെയും ചംക്രമണ വ്യവസ്ഥ അഥവാ സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ കൃത്യമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വൈദ്യശാസ്ത്ര സങ്കേതം. അതാണ് മസാജിംഗ്. 3,000 വർഷം മുമ്പ് ചൈനയിലാണ് ഒരു വൈദ്യശാസ്ത്ര ശാഖ എന്ന പേരിൽ തന്നെ ഇത് പിറവി കൊണ്ടത്. എന്നാൽ ഇതൊന്നുമല്ല അവിടെ നടക്കുന്നതെന്ന് നമുക്കറിയാം. കൃത്യമായും ലൈംഗിക താല്പര്യങ്ങളോടെ അവിടെ എത്തുന്നവരെ സന്തോഷിപ്പിക്കുക, അവരെ തൃപ്തിപ്പെടുത്തുക. 15 വർഷം മുമ്പാണ് ഇത്തരമൊരു ബിസിനസ് മോഡലിന്റെ വളർച്ച കേരളത്തിൽ ആരംഭിക്കുന്നത്. കേരളത്തിൽ എന്തും ആദ്യം തുടങ്ങുന്ന കൊച്ചിയിൽ തന്നെയാണ് ഇതും തുടങ്ങിയത്. പതുക്കെ തിരുവനന്തപുരത്തേക്കും മലബാറിലേക്കും വ്യാപിച്ചു. കേരളത്തിൽ അവധിക്കെത്തുന്ന ചില പ്രവാസികൾ ആദ്യമൊക്കെ ഇത്തരത്തിലൊന്ന് ചിൽ ചെയ്യാൻ മൈസൂരിലേക്കും ബംഗളൂരുവിലേക്കും ഗോവയിലേക്കും ഒക്കെയാണ് പോയിരുന്നത്. ഇപ്പോൾ അത് മാറി. തങ്ങളുടെ വാതിൽപ്പടിയിൽ സേവനം കിട്ടുന്ന തരത്തിൽ സാധ്യതകൾ വളർന്നു. എന്തായാലും പണം കുന്നുകൂടുന്ന ഈ കച്ചവടത്തിന്റെ നാൾ വഴികളും നമ്മുടെ നാട്ടിലെ നിയമങ്ങളോടെ ഈ ബിസിനസ് എന്തുമാത്രം ബാധ്യതയുണ്ടെന്നും പരിശോധിക്കാം. അതിന്റെ കാര്യം ഈ ഗ്രാഫ് പറയും. 1986 ഇന്ത്യ ഗവൺമെന്റ് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ഭേദഗതി ചെയ്തത്. 1956 പാസ്സായ വേശ്യാവൃത്തി നിരോധന നിയമത്തിന്റെ കൂടുതൽ ലിബറലായ വെർഷനായിരുന്നു ഇത്. ഭേദഗതി നിലവിൽ വന്നതിന് ശേഷം 1995 മുതൽ 2012 വരെ കേരളത്തിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം പ്രതിവർഷം വേശ്യാവൃത്തിക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 300-ലേറെ കേസുകളാണ്. പല വർഷങ്ങളിലായി ഏറിയും കുറഞ്ഞും വന്നിരുന്നെങ്കിലും ഇത് ഏതാണ്ട് മെയിൻറ്റെയിൻ ചെയ്തു പോയിരുന്നു. തുടർച്ചയായ റെയ്ഡുകളും പെൺവാണിഭ സംഘങ്ങളെ പിടികൂടുന്ന വാർത്തകളും നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു വരുന്നു. എന്നാൽ അവിടെ നിന്നും ഈ ഗ്രാഫ് കുത്തനെ ഇറങ്ങുകയാണ്. 2012 മുതൽ 2018 വരെ പ്രതിവർഷം രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ പകുതിയോളമായി കുറഞ്ഞു. 2018 മുതൽ 2023 വരെ നാമമാത്രമായ കേസുകൾ മാത്രമാണ് ITPA ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഗ്രാഫ് ഒരു കാര്യം വ്യക്തമാക്കുന്നു: 2015 മുതൽ ഈ ദിവസം വരെ ഇന്ത്യയിലെ വേശ്യാവൃത്തി നിരോധന നിയമം കേരളത്തിലെ നിയമ സംവിധാനം എൻഫോഴ്സ് ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള കേസുകളുടെ പുറകെ പോയി സമയം കളയണ്ട എന്ന് പോലീസിന് കൃത്യമായ നിർദ്ദേശമുണ്ട്. നമ്മുടെ രാജ്യത്തെ ഉന്നത കോടതികൾ പോലും ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക വീഴ്ച കുറ്റകരമല്ലെന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. 10 കൊല്ലം മുമ്പ് വരെ വളരെ രഹസ്യമായി നടന്നിരുന്ന ഇത്തരം കേന്ദ്രങ്ങൾ പൊതുമാധ്യമങ്ങളിൽ പരസ്യങ്ങൾ വരെ നൽകി തഴച്ചു വളരുന്ന തരത്തിലേക്ക് എത്തിയത് നിയമങ്ങളുടെ എൻഫോഴ്സ്മെന്റ് ഇല്ലായ്മ മൂലം മാത്രമാണ്. നടത്തിപ്പുകാരന് കൈനിറയെ പണം കിട്ടുമെങ്കിലും ഈ വ്യാപാരം സൃഷ്ടിക്കുന്ന സോഷ്യൽ ഇമ്പാക്ട് അഥവാ സാമൂഹിക പ്രത്യാഘാതം അതീവ ഗുരുതരമാണ്. അതിൽ പ്രധാനം ഈ ബിസിനസിന്റെ പ്രധാന അസംസ്കൃത വസ്തുവായ അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ആരോഗ്യ, സാമൂഹിക, സാമ്പത്തിക സുരക്ഷയാണ്. പലതരത്തിലുള്ള വളരെ ഡിപ്രൈവ്ഡായ മനുഷ്യർ വന്നു കയറുന്ന ഇത്തരം ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷയും നമ്മുടെ നിയമ സംവിധാനത്തിന് ഉറപ്പാക്കാനാവില്ല. സ്ഥാപനങ്ങളിലെ മാനേജർമാരും അവരുടെ സഹായികളായി തടിമിടുക്കുള്ള ചെറുപ്പക്കാരും ഉണ്ടാകുമെങ്കിലും നിരവധി അതിക്രമങ്ങൾ പുറം ലോകമറിയാതെ മറച്ചുവെക്കപ്പെടുന്നു. ഈ സ്ത്രീകൾക്ക് യാതൊരു തൊഴിൽ നിയമങ്ങളും തൊഴിൽ അവകാശങ്ങളും ബാധകമല്ല. യാതൊരു തരത്തിലുള്ള ആരോഗ്യ സുരക്ഷയും ഇവർക്കില്ല. ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ കാര്യത്തിൽ എവിടെയും കൃത്യമായ മാനദണ്ഡങ്ങളൊന്നുമില്ല. ആദ്യകാലത്ത് ഉത്തരേന്ത്യൻ വനിതകളും തമിഴ്നാട്ടിൽ നിന്നും എത്തിയിരുന്ന പെൺകുട്ടികളുമായിരുന്നു ഇത്തരം കേന്ദ്രങ്ങളിൽ സർവീസ് നൽകിയിരുന്നത്. എന്നാൽ ഉപഭോക്താക്കൾ മലയാളി വനിതകളെ ആവശ്യപ്പെടാൻ തുടങ്ങിയതോടെ ചാർജ് ഇരട്ടിയാക്കി ഒട്ടുമിക്ക മസാജ് കേന്ദ്രങ്ങളും മലയാളി വനിതകളെയാണ് ജോലിക്ക് നിയോഗിക്കുന്നത്. ഇവരെല്ലാം എന്ത് സാഹചര്യങ്ങളിലാണ് ഇവിടെ എത്തിപ്പെടുന്നത് എന്ന് സംബന്ധിച്ച് യാതൊരു സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കാറില്ല. ഒരു സന്നദ്ധ സംഘടനയുടെയും റീച്ച് ആ ഇരുണ്ട മസാജ്
മസാജ് റൂമുകളിലേക്ക് എത്തിപ്പെടുന്നുമില്ല. ഒരു വാടക കെട്ടിടവും മസാജിനുള്ള റിക്രൂട്ട്മെന്റും പൂർത്തിയായാൽ ഇത്തരമൊരു കേന്ദ്രം ആർക്കും ആരംഭിക്കാനാവും. കെട്ടിടം നിൽക്കുന്ന തദ്ദേശ സ്ഥാപനത്തിന്റെ ഒരു D&O ലൈസൻസ് മാത്രം മതി. ഇവിടെ ജോലി ചെയ്യുന്നവർക്കാർക്കും നിർദ്ദിഷ്ട യോഗ്യതയോ മുൻപരിചയമോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സഹകരിക്കാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം. അതാണ് ഇത്തരം വ്യാപാരികളുടെ ഒരു ലൈൻ. എന്തായാലും നിയമം മിണ്ടാതിരിക്കുകയാണ്. ആ സ്ത്രീകളുടെ കാര്യത്തിലെങ്കിലും ആരെങ്കിലും അവസാനം മിണ്ടും എന്ന് പ്രത്യാശിക്കാം. എന്തായാലും ഈ കമ്മ്യൂണിറ്റിയിലെ ഒരാളെയും അത്തരമൊരു ബിസിനസ് തുടങ്ങാൻ ഞാൻ പ്രേരിപ്പിക്കില്ല. നന്ദി.